ഈശ്വര, എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഭയങ്കര സന്തോഷം തോന്നോ? ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? നാണം കെട്ടവന്റെ ആസനത്തിൽ ആര് മുളച്ച? എന്തൊക്കെ കാണിക്കുന്ന? ഇതൊരു ഷോ അല്ലേ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ? നമ്മുടെ എത്ര 3 ജനറേഷൻ 4 ജനറേഷനല്ലേ ഈ ഷോ ആണെന്ന്? വേണ്ടാത്ത പണിയാണ്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. എല്ലാവരുമായിട്ടാണ് പറയണേ. പുതുതായിട്ട് വന്ന ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ഒരാള് ഓരോ കൃത്രിമങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ചൂപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജിഷിൻ എന്താണ്? ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? മസ്താനി എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ? എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്ത് പറഞ്ഞിട്ടാണ്? കണ്ണുകൊണ്ട് നോക്കണ്ട, കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എന്താ? എന്തിന്റെ അസുഖമാണ്? ഇവിടെ ഷോയ്ക്ക് വന്നതല്ലേ? കളിക്കാൻ വന്നതല്ലേ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട്. എന്നിട്ട് എന്താ കാണിക്കുന്നത്? പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കണ്ടത് ആണോ? മാത്രം ഞാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഞങ്ങൾ കാണിച്ചു തരട്ടെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. കാണിച്ചു തരട്ടെ. ഞാൻ ഗെയിമില് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പുറത്ത് ഇവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ സംസാരിക്കാം. ഞാൻ നിങ്ങളെ പിടിക്കുന്നുണ്ട്. അവിടെ ഇരിക്കും. ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഭയങ്കര ഹിറ്റാണെന്നാണ് നിങ്ങളുടെ വിചാരം? എല്ലാവരുമായിട്ടാണ് ചോദിക്കുന്നത്. ഒരു മര്യാദയില്ലേ? പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. മൂഞ്ചി പാര് മൂഞ്ചി, നമ്മള് മൂഞ്ചി. ശരി, അനുമോൾ നിങ്ങൾ കണ്ടോ? കണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? രണ്ടാമത്തെ ജയിലിൽ കിടന്ന് കണ്ടോ? ജയിലിൽ കിടന്നല്ല കണ്ടത്. പിന്നെ എന്താ നിങ്ങൾ കണ്ടത്? ഇവര് രണ്ടുപേരും ഒരുമിച്ച്. ശരി, ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി. ഞാൻ US ഞാനും നോക്കി. ഞങ്ങൾ അത് കണ്ടിട്ടില്ല. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. പൊട്ടനും പോയി, മണ്ടനും പോയി, പോട്ടും കിട്ടി. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല ലേട്ടാ, പക്ഷെ ഞാൻ കണ്ടു. അതിൽ ഞാൻ ഉറച്ചു. അതെങ്ങനെയാണ് ബാക്കി ആരും കാണാത്തൊരു കാര്യം, ഞങ്ങളെ പോലും കാണാത്തൊരു കാര്യം നിങ്ങൾ കാണുന്നത്? ഇതൊരു ഷോ അല്ലേ? ഇത് ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ലേ? വിശിഹായാണ്, പുണ്യാളനാണ്. എനിക്കിതിലൊരു പങ്കുമില്ലച്ചു. ഞാൻ കണ്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങളെ പിന്നെ എന്താണ്? അമ്മയെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ആയിട്ട് എല്ലായിടത്തും അതിന് മുമ്പേ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ആ സംസാരം എല്ലാവരുമായിട്ട് പറയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇതെന്താണ്? അതായിടത്തും പറയണ്ടെന്നും പറഞ്ഞിരുന്നു. എനിക്ക് ഒന്നും വേണ്ട. നിന്നെ എന്നും ഇങ്ങനെ ജീവനോട് കണ്ടാ മതി. എന്താ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഇല്ല, ഒന്നുമില്ല. എന്റെ അമ്മയാണ്. ഒന്നുമില്ല. അനീഷ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സിനിമ കണ്ടിട്ട്? പറയും. ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു എന്ന് പറയാം. സാറേ, ഇതില് ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും പിടികിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ശരിയും തെറ്റിന്റെ കാര്യമൊന്നല്ലേ വെച്ചേ? നിന്റെ റേഷൻ കാർഡ് ഞാൻ കീറിക്കളയും, മനസ്സിലായടാ? എന്റെ കർത്താവേ, ഞാൻ ദാ പോണു. ഇവിടെ നടന്ന കാര്യമാണ്. ഒരാൾ പുതപ്പ് കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. ഒരാൾ കൂടെ പോയി കിടക്കുക. എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്റെ പൊന്ന് സാംകുട്ടി, നീ എന്നോട് ക്ഷമിക്കണം. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാ. പ്രേക്ഷകരുടെ ഇടയിൽ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണണം അവരുടെ റിയാക്ഷൻസ്. അല്ല, വേണേൽ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെ തെറി പറയുന്ന ഓരോരോ പട്ടിത്തീട്ടങ്ങളെ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്.